ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ടവിടെയും മറ്റേ മേൽപ്പൈനി ക്ഷേത്രത്തിൽ പോകാം കേട്ടോ. അപ്പോൾ പോയാലോ? അപ്പോൾ രാവിലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്തിറങ്ങി നമ്മൾ കൂനിഞ്ചേരി മുക്കത്തി കേട്ടോ. ഇനി ഏകദേശം ഞാൻ എന്താ പറയുക പുറക്കാട്ട് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ. അവിടെ നിന്ന് എന്താ പറയുക മാക്സിമം വേഗം പോകണം. സമയം ലേശം ലേറ്റായി പോയി. ഞാളോരോ കഥയൊക്കെ പറഞ്ഞ് ഞാളോട് മറന്നു കിട്ടും. ആ പുളാരിക്കുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഓർമ്മ വന്നത് എൻ്റെ വ്ളോഗ് എടുക്കണമെന്നുള്ളത്. അപ്പോൾ പുളാരിക്കുന്ന് കഴിഞ്ഞ് ബൈപ്പാസിന് തന്നെ നേരെ പോവാം. ബൈപ്പാസിന് തന്നെ നേരെ പോകുമ്പോൾ മലാപ്പറമ്പ് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റ്. മലാപ്പറമ്പ് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റ്. ബാക്കി നമുക്ക് ആദ്യത്തുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ മലാപ്പറമ്പ് എത്തിക്കുന്നത്. ഇനിയിപ്പം മലാപ്പറമ്പ് കഴിഞ്ഞാൽ പാട് കുറച്ച് മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് കേട്ടോ. അപ്പോൾ ആ മുന്നിൽ കാണുന്ന റോഡിങ്ങനെ നീണ്ടു നേർന്ന് പരവതാനി പോലെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നേരെ നമ്മളെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണോ ഈ ജംഗ്ഷന്ന്. നേരെ പോയാൽ തൊണ്ടയാട് കേട്ടോ. തൊണ്ടയാട് നമ്മൾ കയറണ്ട. തൊണ്ടയാട് കയറാണ്ട് തന്നെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോവാം. ഇവിടെ ഇതല്ല അടുത്ത ലെഫ്റ്റ്. ആ സ്കൂട്ടർ ഇരുന്ന വഴിയാണ്. നമുക്ക് പറ്റടിയിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ലോറീൻ്റെ അടുത്തൊന്ന് കയറാം കേട്ടോ ഗൈസ്. ലെഫ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ റോഡിന് കയറിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇവിടുന്ന് നേരെ ചേവരമ്പലത്തിൽ നിന്ന് റൈറ്റാണ് തിരിയേണ്ടത്. അപ്പം ബാക്കി മക്കാടി തിരിയാണ്. നമ്മളങ്ങനെ ചേവരമ്പലത്തിൽ നിന്ന് റൈറ്റ് കയറിയില്ല. നേരെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വെള്ളിമാടൊന്ന് റോഡില്ലേ, ആ റോഡിൽ നിന്ന് എന്താ പറയുക റൈറ്റ് തിരിയാൻ വിചാരിച്ച്. ഏകദേശം എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? എന്ത് പള്ളിയേനോ അല്ലേ, ഇതൊരു പള്ളിയായിരുന്നു കഴിച്ചത്. പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിൽ ജംഗ്ഷൻ. ആ സിഗ്നൽ വയസ്സ് അധികം ദൂരമൊന്നുമില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ റൈറ്റിലേക്കാണ് ഇപ്പോൾ പോകേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും അടിയിലേക്ക് കാണാം. ഇപ്പോൾ ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ കോവൂര് പോകുന്ന റോഡിനാണ് പോകേണ്ടത്. ഇരിങ്ങാടൻ പള്ളി കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇരിങ്ങാടൻ പള്ളി എന്താ പറയുക ഇവിടുന്ന് കുറച്ചൊരു മുന്നോട്ട് പോയാൽ പാലോളിത്തായം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കാണ് നമുക്ക് എന്താ പറയുക നമ്മളെ ലോറീൻ്റെ അടുത്ത് ലോറി അടയാണുള്ളത്. അന്നേരം നമുക്ക് നേരെ പോകേണ്ടത് ഇരിങ്ങാടൻ പള്ളി നേരെ റൈറ്റ് കോവൂരേക്കുള്ള റോഡ്. കോവൂരിന്ന് പിന്നെ ലെഫ്റ്റ് മെഡിക്കൽ കോളേജ് റോഡ്. അങ്ങനെയാണ് കേട്ടോ പോകേണ്ടത്. ബാക്കി ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടാണ്. അങ്ങനെ റോഡിന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താ പറയുക നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്കാട്ടോ വന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് എന്താ പറയുക അത് നിങ്ങളോട് കാണിക്കാൻ വിട്ടു. ഞാൻ എന്താ പറയുക ഞാനൊന്നും ഫുൾ ടൈം കഥയില്ല. ഓരോ കഥയും ഇവരോട് പറഞ്ഞു എന്നോട് അത് എന്താ പറയുക നിങ്ങളെ കാണിക്കാന്നുള്ള കാര്യം മറന്നു കഴിഞ്ഞിട്ട്. പിന്നെ ബൈക്കിനോട് വരുന്നതുകൊണ്ട് തന്നെ കാനടിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇപ്പം തന്നെ ചെവിട്ടിൽ തന്നെ ഇങ്ങനെ കടകടാന്ന് ഇല്ലുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട്. നേരെ നിങ്ങളെ വിഷ്വൽസിനൊക്കെ എങ്ങനെയായി ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ബാക്കി അമ്പലത്തിൽ എത്തിയിട്ട് കേട്ടോ. പിന്നെ എന്നോട് എന്താ പറയുക വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് മേലെ എന്താ പറയുക ഒരു ബോർഡൊക്കെ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് കാണാം. ആ ബോർഡ് കടന്നിട്ട് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് പോന്നാൽ മതി. ബാക്കിയത് അയാൾ ഈ കയറ്റം കയറിക്കുന്നു. അവിടെ സൈഡിലായിട്ടൊരു ബോർഡ് ബസ്സിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പാണ് തോന്നുന്നു. വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താടാ കിണിക്കുന്നത്? പിന്നെ വ്ളോഗിങ് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോടാ? അപ്പോൾ ഗൈസ് ഇവന് എന്താ പറയുക എന്നാ മക്കാറാക്കുന്നുണ്ട് ഗൈസ്. ഇനി അധികം മക്കാറാക്കിയ പൂച്ച സാറിനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കട്ടോ. അങ്ങനെ കുത്തനുള്ള കയറ്റാട്ടോ ഗൈസ്. കുത്തനുള്ള കയറ്റം. ഞാളെന്തായാലും ഇതിൻ്റെ മേലെ വരെ വണ്ടി എടുത്ത് പോയില്ല. ഞങ്ങൾ പകുതി വഹിക്കുന്നത് എന്താ പറയുക സ്റ്റെപ്പ് വഴി കീരി പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അതിമനോഹരമായ വഴി ഇല്ലടാ. എന്ത് സുഖാടാ, എന്ത് രസാടാ കാർ കയറി പോകുന്നതാണേ. ഇത് ഭയങ്കര കുത്തനെയായിരിക്കും. ഇത്
എന്നതാടാ ചുരമാണോ? നോ പാർക്കിംഗ്. ഇവിടേക്ക് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിർത്തി കളി, അതുകൊണ്ടാണ് നോ പാർക്കിംഗ് ഇട്ട്. അപ്പോൾ അടുത്ത വളവ്. എങ്ങനെ അത്ര ഇടഞ്ഞാൽ മതി. ഇത് ഡോർ അടയാത്ത റിയർ ലെഫ്റ്റോ റൈറ്റോ? അല്ലേ നമ്മളമ്പലത്തിൻ്റെ ഏറ്റവും മേലെത്തിയില്ലേ? സ്റ്റെപ്പൊക്കെ ഇടേനു. അപ്പോൾ നമ്മളിതാ തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് വഴി കയറി പോകുന്ന വീഡിയോ തന്നെ എടുക്കണത്. നമ്മൾ സ്റ്റെപ്പ് വഴി ഇവിടെ ഇപ്പോൾ മേലം വരെ എത്തുന്ന എന്താ പറയുക വലിയൊരു എന്താ പറയുക മേലം വരെ വണ്ടി എത്തും. എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു തോന്നിയില്ല. നേരെ എന്താ പറയുക സ്റ്റെപ്പ് വഴി പോകണമെന്നൊരു തോന്നില്ല. അന്നേരം സ്റ്റെപ്പ് വഴി കയറി പോകുന്ന റോഡിലേക്ക് നമ്മളിപ്പോൾ എന്താ പറയുക പോകാൻ ഇതാട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ട് കയറിയാൽ മതി. വീട് എന്താ പ്രായമുള്ള ആൾക്കാർ കൊണ്ടൊക്കെ വരുമ്പോഴും ചെറിയ മക്കളെ കൊണ്ട് വരുമ്പോൾ ഏറ്റവും നല്ലത് ഈ റോഡിന് പോകുന്നതാണ്. പക്ഷേ ഞങ്ങളെ കഴപ്പ് എന്ന് തന്നെ പറയാം. ഞങ്ങളല്ലേ എൻ്റെ കയപ്പ് എന്ന് തന്നെ പറയാം. നമുക്ക് എന്താ പറയുക ഇപ്പം പറഞ്ഞതിലോട്ട് ഈ റോഡ് തന്നെ ഇപ്പോൾ തീരെ പോകാമെന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എന്താ പറയുക നടക്കുക. മീഡിയ വണ്ട് ഓഫീസിൻ്റെ ഓപ്പോസിറ്റിലേക്ക് റോഡുണ്ടെന്ന് പറഞ്ഞാൽ ആ റോഡിന് സ്റ്റെപ്പ് വഴി നമ്മൾ ചെയ്യുന്നത്. മേൽപ്പയനി ക്ഷേത്രം പാലാഴിമഠം. അപ്പോൾ ശീലീകരെ കണ്ടിട്ട് തോന്നുന്ന ഫോണും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അടുത്തൊരു വയലിൻ്റെ പക്കത്തെത്തി ഗൈസ്. ഇവിടുന്ന് റൈറ്റ് ഇതേ പോന്നു. ഇതോ അത് ഒല അങ്ങോട്ടാ വിട്ടോ, ഒല വയ്യ വിട്ടോ. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേ? നമ്മൾ പിന്നെ ചതിക്കപ്പെട്ടു ഗൈസ്. ഇതിലെ ഞാളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഞാൾ കണ്ടില്ല. നാളെ പിന്നെ മലേൻ്റെ മണ്ടയിലേക്ക് പിന്നെ ഞാൻ ഇതുവഴി ഇവിടെ എത്തി. അപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അന്നേരം നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അമ്പലത്തേക്ക് ഇരിയിട്ട് കാണാം. ഇനി വേറെ വല്ല വഴിയും ജിഷ്ണു എടാ അന്ത വഴി അല്ല ഇന്ന വഴി. ഇനിയിപ്പോൾ തൽക്കാലം എവിടെ ഇറങ്ങി പോടുക. രണ്ട് ഹെൽമെറ്റ് വെക്കാനാവോ? നിൻ്റെതേ വെക്കാനാവുള്ളു. ഇഞ്ചതെന്തായാലും വെക്കാനാവൂലാന്ന്. ഓഹോ ടെക്നോളജിയാ. പക്ഷെ അതിൽ വേറൊരു കാര്യം, അത് ഇവിടെ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചാൽ ദൂരാ പൊന്തിക്കണ്ടല്ലോ. ഏതാ നോക്കണം നമ്മളെ ചെക്കെ ഒഴിവാക്കി ഇതൊക്കെ വ്ളോഗിൽ വരും. എൻ്റെ തലയാൻ പൊട്ടി. ചെക്കന്മാരടുത്ത് പൈസ കൊടുത്ത് ഹാക്കി. ഏത് ചെക്കന്മാരടുത്ത്? ചെക്കന്മാരടുത്ത് പൈസ കൊടുത്ത് എൻ്റെ അക്കൗണ്ട് ഞാൻ ഹാക്കി. ഞാൻ ഹാക്ക് ചെയ്ത് വരും. ഞാൻ അടുത്ത് തുടങ്ങും. നീ തുടങ്ങുമ്പോൾ തുറന്നു ഹാക്കി. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ആംബിയൻസ് മ്യൂസിക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ നൈസായിട്ട് എന്താ പറയുക വോയിസ് അങ്ങോട്ട് കട്ട് ചെയ്ത്. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് അമ്പലത്തിൻ്റെ നേരെ കീറി ചെല്ലുന്ന നടയാണ്. അമ്പലത്തിൻ്റെ നട എൻട്രൻസ് ആ ഭാഗമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ കാണുന്നതാണ് ശരിക്ക് എന്താ പറയുക മേൽപ്പഴനി എന്നറിയപ്പെടുന്ന പഴനി. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ നമ്മളെ സ്വന്തം മേൽപ്പഴനി. ഈ അമ്പലത്തിൻ്റെ എവിടെയൊന്നും വീഡിയോ റെക്കോർഡിംഗ് ഒന്നും പാടില്ല കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരാൾ വന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്ത് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഞ്ജനേയ സ്വാമി പ്രതിഷ്ഠയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തെരഞ്ഞു വന്ന ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ പടി ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് എന്താ പറയുക നടക്കുമ്പോൾ സൈഡിൽ ഒരു മണ്ഡപം പോലെ കാണുന്നുണ്ട്. അതെന്താന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്കും ഇല്ല. ഒപ്പരൊരു കുഴിമടിയനെ കൂട്ടിയപ്പോൾ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. എന്താ പറയുക നമ്മളെ വ്ളോഗിങ്ങിനൊക്കെ ഓനൊരു വലിയ തടസ്സമായിരിക്കുന്നത്. നമ്മളവരേക്ക് വ്ളോഗ് എടുക്കാനും സമ്മതിക്കുന്നില്ല. താഴോട്ടെന്താ പറയുക പോരാനും സമ്മതിക്കില്ല. ഇപ്പോൾ കണ്ടില്ലേ ഒറ്റയ്ക്ക് പോയിട്ട് അത്
അപ്പോൾ ഗൈസ് ഇതൊക്കെ കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമതും മേലോട്ട് പോകാം. മേലെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള വലിയ അനുമതിയൊന്നുമില്ല, പക്ഷേ എന്തായാലും നമുക്ക് ആരും കാണാണ്ട് മേലെ എടുക്കാം. ഈ മേൽപ്പയനി പറഞ്ഞ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു 500 വർഷമെങ്കിലും പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഒരു തമിഴ്നാട് സെറ്റപ്പിൽ എന്താ പറയുക, തമിഴ്നാടിൻ്റെ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടിയിൽ എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ കളർഫുള്ളായിട്ട് പച്ചയും മഞ്ഞയും എല്ലാ കളറും ഉപയോഗിച്ചിട്ട് എന്താ പറയുക, എല്ലാ കളറും അടിച്ചിട്ട് അങ്ങനത്തെ ഒരു ക്ഷേത്രം. ഇപ്പം പറഞ്ഞാലോ ഒരു പക്കാ തമിഴ്നാട് സെറ്റപ്പിലാണ് ഇവിടുത്തെ ഇതൊക്കെ. പഴനി ക്ഷേത്രത്തിൽ പോയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ടും സെയിമാണ്, രണ്ടും എന്താ പറയുക വ്യത്യാസമല്ല. ഇപ്പം അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക പൂജകളാണെങ്കിലും ഇവിടെ എന്താ പറയുക, ഇവിടെയുള്ള പഴനിയിലുള്ള എല്ലാ പൂജകളും ഇവിടെ ഉണ്ട്. അതേ സമയത്ത് പഴനിയിൽ പൂജ ചെയ്യുന്ന അതേ സമയത്ത് ഇവിടുന്ന് ആ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. തലമുണ്ടലം ചെയ്യുന്നതാണെങ്കിലും അവിടെ എടുക്കുന്നതാണെങ്കിലും എല്ലാം ഇവിടെ നിന്ന് എന്താ പറയുക, എല്ലാ സംഭവവും ഇവിടെ നിന്ന് നടക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ അന്നദാന മണ്ഡപം എന്ന് പറയുന്നത് എന്താ കാണുന്നതാട്ടോ. എന്താ വെച്ചാൽ അന്നദാന മണ്ഡപത്തിൽ പോയിട്ട് ഇപ്പം പറഞ്ഞ രാവിലെ ചായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാനും ഈ അമ്പലത്തിനെ പറ്റി ഇങ്ങനെ പറയാനെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നമ്മളങ്ങനെ അപ്പം പറഞ്ഞിട്ട് അന്നദാന മണ്ഡപത്തിലെത്തി. അന്നദാന മണ്ഡപത്തിൽ ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എന്താ പറയുക, നമുക്ക് ചായയാണോ എന്താണ് പ്രസാദമാണോ എന്ത് പ്രസാദമാണോ ഇവിടുന്ന് തരുന്നത് കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ട് എന്താ പറയുക എല്ലാം നോക്കിയും കണ്ടു എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ എല്ലാവരെയും കാണിച്ചു തരാം. എന്താ നിങ്ങൾക്ക് ഞാൻ അടിച്ചുതരാം. നന്ദൂക്സാടാ, അനന്തൂക്സല്ല. അത് ശരി, വിളിച്ചില്ല എന്നാൽ പിന്നെ പോകുന്നേരം ഒന്ന് വിളിക്കുക അങ്ങനെയല്ലേ? എടുക്കല്ലേ, എൻ്റെ നാട്ടുകാരല്ലേ പ്രതീക്ഷിച്ചേ. അപ്പോൾ നമ്മളങ്ങനെ അവസാനമായിട്ട് ഇപ്പം പറഞ്ഞാൽ ഉപ്പുമാവും ചായ ഇനി ഇത് കഴിച്ചതിൻ്റെ കാണാം. ഇല്ലേ പറഞ്ഞാൽ പോലെ ഇപ്പം ഇല്ല, ഫോണൊന്നും വെച്ച് മറന്നൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞാനും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഇവിടുന്ന് ഇപ്പം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പ്രസാദമായിട്ട് രാവിലത്തെ ചായക്ക് ഒരു ചായ, അതേപോലെ തന്നെ ഉപ്പുമാവ്, പിന്നെ അച്ചാർ. ഒരു ഉപ്പുമാവിനും അച്ചാറിനൊക്കെ ഇതിനും മാത്രം രസമുണ്ട് അല്ലെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായി. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പം പറഞ്ഞതിനോട്ട് എന്താ പറയുക, ഒരു പ്രത്യേക തരം വേറെ രീതിയിൽ തന്നെ എന്താ പറയുക, ചെറിയൊരു കുളം പോലത്തെ എന്താ പറയുക മീനിനൊക്കെ വളർത്തുന്ന ഒരു സെറ്റപ്പ് ആട്ടോ ഇവിടെ. എന്താണ് സംഭവം എനിക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് മീനിനെ വളർത്തുന്നുണ്ട്, മീനുണ്ട്. ഇങ്ങനെ ഞങ്ങളിതാ അപ്പം പറഞ്ഞാൽ മെല്ലെ പുറമേക്കൊക്കെ ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ, നമ്മളെ ചെറിയൊരു അമ്പലയാത്ര. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ. ഇങ്ങോട്ടേക്ക്